എന്താണ് പാലക്കാട്ട് BJP-യിൽ സംഭവിക്കുന്നത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അതിൽ അങ്ങയുടെ ഇടപെടൽ എത്രത്തോളമുണ്ട്? മാധു, ഞാൻ BJP വിട്ടുപോരുന്ന സമയത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അത് പൂർണ്ണമായും ശരിയാണ് എന്ന് ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട്ട് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിയാം. BJP ഒരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ്. ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്ന ഒരു എക്കോസിസ്റ്റം, ഏകാധിപതികളുടെ ഒരു എക്കോസിസ്റ്റമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയാണത്. അതിനകത്ത് നിന്ന് തന്നെ ആന്തരികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷം പരസ്പരം അതിനകത്ത് തന്നെ പടവെട്ടി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഞാനന്ന് പറഞ്ഞിരുന്നു. അന്ന് പലർക്കും എന്നോട് വലിയ ദേഷ്യമായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും തോന്നിയിരുന്നു. അതിനകത്തുള്ള പഴയകാല സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരിൽ പലർക്കും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP-യുടെ പ്രവർത്തകർ, നേതാക്കൾ, സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ആളുകൾ പലരും ഫോൺ ചെയ്തിട്ടൊക്കെ പറയുന്നത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, ശരിയാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. പലതും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അവർ ജീവിക്കുന്ന ടെറൈനിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടോ പുറത്തു പോരാൻ കഴിയാത്തതോ ആയിട്ടുള്ള സാഹചര്യങ്ങളാണത്. ഇപ്പം എന്നെപ്പോലെ പുറത്തിറങ്ങി വന്ന് പടവെട്ടാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് സധൈര്യം പുറത്തിറങ്ങി വരാൻ സാധിക്കുന്നത് എനിക്ക് വേറെ ബാഗേജുകളൊന്നുമില്ല. എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട്. ഇവർക്കെതിരെ പോരാടാൻ സാധിക്കുമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടും തുറന്ന് പറയാൻ സാധിക്കും എന്ന ബോധ്യമുള്ളതുകൊണ്ടും അത് കേരളത്തിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പാലക്കാട്ടെ പ്രശ്നം എന്താ? പാലക്കാട്ട് കുറേ കാലമായിട്ട് പാലക്കാട്ടെ BJP എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചില ആളുകളുടെ മാത്രം കൈവശം ഇരിക്കുന്ന ഒരു കുത്തക സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. അവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ, അതല്ലെങ്കിൽ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ലീഡർഷിപ്പിലെ പല ആളുകളും അന്നത്തെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ഇന്നിപ്പോ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഈ യോഗം ചേരുന്ന ആളുകളുമൊക്കെ ആയിട്ട് സന്ദീപ് വാര്യർ ഒരു ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്? നാളെ ഇതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആകും എന്നൊരു സാഹചര്യമുണ്ടോ? മാധു, ഈ BJP-യിലെ നിരവധി നേതാക്കൾ ഞാനുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ആളുകളാണ്. നേരത്തെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. അവരുമായിട്ട് എല്ലാ കാലത്തും എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. അത് വളരെ ആത്മബന്ധമുള്ള, അന്നത്തെ കാലത്തൊക്കെ വലിയ ആത്മബന്ധമുള്ള ഒരുപാട് ആളുകൾ BJP-ക്കകത്തുണ്ട്. അവരവരുടെ വിഷമങ്ങൾ പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചർച്ച എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട. ഞാൻ തീർച്ചയായിട്ടും നോക്കൂ, അവിടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് അവരാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ അവരുടെ ഈ പ്രയാസം അനുഭവിക്കുന്നവർ, പ്രശ്നമുള്ളവർ, അവർ നിലപാട് പ്രഖ്യാപിക്കണം. ഒന്ന്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മതേതര ആശയ സംഹിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ നിലവിലിരിക്കുന്ന പ്രത്യയശാസ്ത്രം, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന ആർക്കും തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിലപാട് അവരാണ് പ്രഖ്യാപിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഈ പ്രത്യയശാസ്ത്ര പ്രശ്നം എന്നൊക്കെ വെള്ളപൂശാമെന്നതിനപ്പുറത്ത് ഇതിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇപ്പൊ പ്രശാന്ത് ശിവൻ നേതൃത്വത്തിലേക്ക് വരുന്നു. 5 വർഷത്തിൽ താഴെ മാത്രം പരിചയമുള്ള ഒരു യുവാവാണ്. അതിന് കീഴിൽ നിൽക്കാൻ കഴിയില്ല എന്ന നിലപാട് കൊണ്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്? അത് ജനാധിപത്യ മൂല്യങ്ങളുള്ളവർക്ക് സാധ്യമാകുന്നതാണോ? അല്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പേരുകാരനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പാർട്ടിയിൽ, ജനാധിപത്യ പാർട്ടിയിൽ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നു, പക്ഷെ തെരഞ്ഞെടുപ്പില്ല. അവിടെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആ പ്രോസസ്സ് എന്തായിരുന്നു? ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവിടെ ജില്ലയിലുള്ള നേതാക്കളിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തി. അതിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ച 3 ആളുകളെയും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാതെ അവിടെ ഏറ്റവും കുറഞ്ഞ പിന്തുണ മാത്രം കിട്ടിയിട്ടുള്ള, മാത്രമല്ല BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാനദണ്ഡമല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ ഒരു പ്രായപരിധിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രായപരിധിയുണ്ട്. അതുപോലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് അതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അത് രാജ്യത്ത് മുഴുവനുള്ള മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തെ അട്ടിമറിച്ചു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ
ഈ പ്രശ്നം അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവിടെ സീനിയർ നേതാക്കൾ തന്നെ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏതെങ്കിലും ഒരു എന്നാണ് വ്യക്തിക്ക് കീഴിൽ ശ്രീ നിൽക്കുക സന്ധ്യ വരെ എന്നുള്ളതല്ല, വിചാരിക്കുന്നത്? മറിച്ച് ഇപ്പോ പ്രശാന്ത് ശിവൻ ഈ പറയുന്നത് പോലെ ആലത്തൂർ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, യുവമോർച്ചയുടെ അധ്യക്ഷനാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പാലക്കാട് ജില്ലാ അധ്യക്ഷനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ജില്ലാ പ്രസിഡന്റായി കൊണ്ടുവരാൻ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അങ്ങ് പറയുന്നത് പോലെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് താല്പര്യം? ആരുടേതാണ് താല്പര്യം? അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘം കേരളത്തിലെ BJP നേതൃത്വത്തിലുണ്ട്. അവരുടെ താല്പര്യമാണ് വിവിധ ജില്ലകളിൽ അത് ഇവിടെ മാത്രമല്ല. ഇപ്പൊ തൃശ്ശൂരിൽ നമ്മുടെയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന എൻ്റെ നേരത്തെ സഹപ്രവർത്തകനായിരുന്ന നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലൊക്കെ വരുന്ന അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നേരെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ആഫീസിനകത്ത് മർദ്ദിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. കസേര എടുത്ത് അദ്ദേഹത്തിനെ അടിക്കാൻ പോയി എന്ന രീതിയിലൊക്കെ വാർത്തകൾ കണ്ടു. വളരെ ദൗർഭാഗ്യകരല്ലേ? ഗോപാലകൃഷ്ണൻ വളരെ സീനിയർ നേതാവാണ്, അദ്ദേഹത്തെ പോലും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി മർദ്ദിക്കാൻ പോയി എന്ന രീതിയിൽ വാർത്തകൾ, മാധ്യമങ്ങളാണ് വാർത്തകൾ പുറത്തുവിട്ടത്. അപ്പോൾ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇത് പാലക്കാട്ടെ മാത്രം പ്രശ്നമല്ല, ഇത് സുരേന്ദ്രന്റെ ഒരു കോക്കസ് ഉണ്ട് കേരളത്തിലുടനീളം. അവർ ആ പാർട്ടിയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ച് കാലങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ സ്വാഭാവികമാണ്. ഇതിൽ ജനാധിപത്യം എവിടെയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. ജനാധിപത്യം എവിടെയും അപ്ലൈ ചെയ്തിട്ടില്ല, മറിച്ച് ഏകാധിപത്യപരമായ രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. BJP നന്നാക്കൽ എൻ്റെ ചുമതലയൊന്നുമല്ല. BJP നന്നാവാനും പോകുന്നില്ല. ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള നന്നാവാത്തൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കെങ്കിലും വിട്ടുപോരണമെങ്കിൽ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ആ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ശരി.